Hello my dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി ടൊമാറ്റോ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഞാനിന്ന് ബിരിയാണി കുക്കറിലല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ബിരിയാണി പോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഞാൻ എടുത്തേക്കുന്ന ജീര സാമ്പാർ റൈസ് ആണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ റൈസ് എടുക്കാം, ബുള്ളറ്റ് റൈസ് എടുക്കാം, സോന മസൂരി റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ജീര സാമ്പാർ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. 2-3 തവണ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ അങ്ങനെ തന്നെ സോക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ബിരിയാണി പോട്ടിലേക്ക് എണ്ണയും നെയ്യും രണ്ടും ഒരുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ മാത്രം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ചെറിയ ബേ ലീഫും പിന്നെ ചെറിയൊരു 3 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 1 സ്റ്റാർ അനീസും 5 ഏലക്കയും അതേപോലെ 5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ബേസിക് സ്പൈസസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് ഓവർ സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. അതിങ്ങനെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉള്ളി വഴറ്റി എടുക്കണം. ഉള്ളി അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ. ഉള്ളി അവിടെ ആയിക്കൊണ്ടിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ ജാറിലേക്ക് ഏകദേശം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും അതുപോലെ ഒരു 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മുളക് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രയും ഒന്ന് ചതച്ചിട്ട് മാറ്റി വെക്കാം. അതാ ഉള്ളി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ പിങ്ക് കളറൊക്കെ മാറി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലോണം ഫ്രൈ ആയി കിട്ടും. അതേപോലെ നമ്മൾ ചേർത്തേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉള്ളി എടുത്തേക്കുന്ന അതേ അളവിൽ തന്നെയാണ് തക്കാളി എടുത്തേക്കുന്നത്. 3 ഉള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ച് വേവിച്ചിട്ട് പിന്നീട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആകുമ്പോൾ പെട്ടെന്ന് തക്കാളി ഉടഞ്ഞു കിട്ടിക്കോളും. പിന്നെ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. പിന്നെ 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അഥവാ നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തവി കൊണ്ടൊന്ന് ജസ്റ്റ് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി ഹോൾ സ്പൈസസ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മൾ ചേർത്തേക്കുന്ന പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിക്കോളും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർക്കുന്ന സമയത്ത് പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന തക്കാളിക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൈര് പുളിയില്ലാത്തത് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ തൈരും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ലൂസായിട്ടാണ് ഉള്ളത്. നമ്മൾ തൈരൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം ലൂസായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് കട്ടിയായി കിട്ടുന്ന വരെ ചൂടാക്കി എടുക്കുക. ഒന്ന് കുറുകി വരട്ടെ, അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നീട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന 1 ഗ്ലാസ് അരിയാണല്ലോ, അത് കുതിർത്ത അരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മളിപ്പം കുക്കറിലല്ല ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും കുതിർത്ത് വെച്ച അരി ആയതുകൊണ്ട് തന്നെ 1.25 ഗ്ലാസ് വെള്ളം മതിയാവുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഈ ഒരു അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിലും 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഞാൻ വെള്ളമെല്ലാം ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും വെള്ളത്തിലിട്ട് വെക്കല്ലേ, അരമണിക്കൂർ ഇട്ട് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് കോരി മാറ്റി വെക്കാം. പിന്നെ ഈ ഇതിലേക്ക് ഫ്രഷ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ ഫ്രഷ് ഗ്രീൻ പീസ് ആണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് മുമ്പേ ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഒരുമിച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി വേവുണ്ടല്ലോ, അതുകൊണ്ടാണ്. അതല്ല നിങ്ങൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആണ് ചേർക്കുന്നതെങ്കിൽ ഒന്ന് വിസിൽ അടുപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ അത് ചേർക്കുകയാണെങ്കിലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കാട്ടിലും ബെറ്റർ അതങ്ങ് സ്കിപ്പ് ചെയ്യാം.
ഇനി ഫ്രഷ് ഗ്രീൻ പീസോ ഫ്രോസൺ ഗ്രീൻ പീസോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ പീസൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഗ്രീൻ പീസ് എല്ലാം മുകളിലുണ്ടാവുമല്ലോ, അതേപോലെ തന്നെ മസാലയൊക്കെ താഴെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരിയെല്ലാം സെറ്റ് ആയിക്കോളും. അതേപോലെ അരിയിലെല്ലാം സെയിം കളറായിരിക്കും. പിന്നെ അതേപോലെ ഗ്രീൻ പീസൊക്കെ മുകളിലും എല്ലായിടത്തും സ്പ്രെഡായി കിടന്നോളും. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പം മുകളിൽ എന്തെങ്കിലും ഒന്ന് വെയിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ആവി പോകാതെ നല്ലതായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിനിമം ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് തുറന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അഥവാ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നീട് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അങ്ങ് വിടുക. ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ചൂടിലും കൂടി ഇരുന്ന് വെന്തോളൂ കേട്ടോ. ഇതായിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അഥവാ നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു വിസിൽ മതിയാകും. മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. ബസ്മതി റൈസ് ആയാലും ജീര സാമ്പാർ റൈസ് ആയാലും ഒരു വിസിൽ മതിയാവും. അങ്ങനെ ഈസി ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ബിരിയാണി റെഡിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. കൂടെ കുറച്ച് സാലഡും പപ്പടവും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് മസാല വെർമസിലിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് റൈസ് വെർമസിലിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിനോട് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രഷ് ഗ്രീൻ പീസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ഹാഫ് ബോയിലായിട്ട് കിട്ടിക്കോളും. അത് മതിയാവും. അത് കഴിഞ്ഞ് നമ്മൾ എണ്ണയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതേ വെള്ളത്തിലേക്ക് വെർമസിലി ചേർത്ത് കൊടുക്കാൻ പോവാണ്. സേമിയാണ്, റൈസ് സേമിയ. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് കോൺകർഡ് ബ്രാൻഡിൻ്റെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇത് എല്ലായിടത്തും അങ്ങനെ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നമുക്ക് വീടിൻ്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ കിട്ടാറുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെർമസിലിയാണോ അത് വെച്ച് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഈ വെർമസിലി വെച്ച് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകാറില്ല, കുഴഞ്ഞു പോകാറുമില്ല, അതേപോലെ പൊടിഞ്ഞു പോകാറില്ല, ഒരുപാട് അങ്ങ് പൊടിയാവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് വെർമസിലിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്തായാലും തിളച്ച് വന്ന വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണയും ഉപ്പും ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വെർമസിലി ഇട്ട് കൊടുത്തു. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അത് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കാം. ചൂട് കാരണം വീണ്ടും അത് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പച്ചവെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് അങ്ങനെ തന്നെ മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതായത് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ, പച്ചമുളക്, മല്ലിയില, കായപ്പൊടി, കുറച്ച് കടുക് ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇതിൽ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് ചതച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കാം. അതേപോലെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഗ്രീൻ പീസ് ഓൾറെഡി വേവിച്ചതാണ്, എന്നാലും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ കാഷ്യൂം കൂടി അത്യാവശ്യം നല്ല ഫ്രൈ ആയി കിട്ടിക്കോളൂ കേട്ടോ. ഇതായിപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന അല്ലെങ്കിൽ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് നേരമായിട്ട് വഴറ്റൊന്നുമില്ല, 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതായത് ഇതിന് ഒരു ആവി ഇങ്ങനെ പറക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് റൈസ് വെർമസിലി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന വെർമസിലിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് കോട്ടായി കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. വെർമസിലി ഓൾറെഡി വെന്തതാണ്, അതേപോലെ അരപ്പൊക്കെ നന്നായിട്ട് വെന്തതാണ്. എന്നാലും ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണേ. ഏറ്റവും ലാസ്റ്റിലായിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റൈസ് വെർമസിലി റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ സൈഡ് ഡിഷിൻ്റെ യാതൊരു ആവശ്യമില്ല. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.